meeting is being recorded. Hello. Hello, good morning. Okay. Good morning. Audible അല്ലേ? Yes. ഓക്കെ. വളരെ സന്തോഷം. ഇത്രയും രാവിലെ ഇത്രയും എനർജറ്റിക്കായി ഒരു ക്ലാസ് കേൾക്കാൻ എല്ലാവരും വന്നതിൽ അതിയായ സന്തോഷമുണ്ട്. സജന മാം, താങ്ക് യു. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്, മോർണിംഗ് സർക്കിളിലെ ടോപ്പിക് എന്ന് പറയുന്നത് ഹൂ ആം ഐ, സെൽഫ് അവെയർനെസ് ഓഫ് അഡോൾസൻസ് എന്നാണ്. ഒരു മനുഷ്യ ജീവിതം കടന്നു പോകുന്നത് ഒരുപാട് ഘട്ടങ്ങളിലൂടെയാണ്. പലവിധ ഘട്ടങ്ങളിലൂടെ ഒരു മനുഷ്യൻ കടന്നു പോകുമ്പോഴാണ് അത് ഒരു പൂർണ്ണതയിലെത്തുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് ബാല്യം, കൗമാരം, വാർദ്ധക്യം, അങ്ങനെ. ഇതിൽ ഏറ്റവും എനർജറ്റിക് ആയതും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതും ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്താൻ സാധിക്കുന്നതുമായിട്ടുള്ള ഒരു കാലം ഏതാണെന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ എന്തായിരിക്കും ഉത്തരം കൊടുക്കുക? ആരെങ്കിലും ഒന്ന് പറയോ? ഏതായിരിക്കും കാലം? നമ്മളൊരു ബാല്യകാലമുണ്ട്, കൗമാരമുണ്ട്, വാർദ്ധക്യമുണ്ട്. ഇതിൽ ഏറ്റവും ക്രിയേറ്റീവായിട്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഒരു കാലം എന്ന് അവകാശപ്പെടാവുന്നത് ഏതായിരിക്കും? എല്ലാം പ്രധാനപ്പെട്ട. എന്നാൽ ഏറ്റവും ക്രിയേറ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു സമയം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് വല്ലാത്തൊരു ആഗ്രഹത്തോടു കൂടി നമ്മൾ നിൽക്കുന്ന ഒരു സമയമുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് കൗമാര കാലഘട്ടമാണ്, അഡോൾസൻസ് ഏജാണ്. ഈ സമയത്താണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നും ഒരുപാട് എനർജറ്റിക്കായിട്ട് ഇരിക്കണമെന്നും പുതിയ പുതിയ ഐഡിയാസ് നമുക്ക് കിട്ടുന്നതും തോട്ട്സ് നമുക്ക് കിട്ടുന്നതും ഈ ഒരു അഡോൾസൻസ് പീരീഡിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ പക്ഷേ ഈ കാലത്തുള്ള കുട്ടികൾ സാധാരണ പണ്ടൊക്കെ നമ്മളൊരു 13 വയസ്സ് തൊട്ട് 19 വയസ്സ് വരെയാണ് അഡോൾസൻസ് പീരീഡ് എന്ന് നമ്മൾ പറയാം. പക്ഷെ അതിപ്പോൾ ഒരു 10 വയസ്സിൽ തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ ഒരു WHO പുതിയ നിർദ്ദേശപ്രകാരം 10 വയസ്സ് മുതൽ 19 വയസ്സ് വരെയാണ് അഡോൾസൻസ് പീരീഡ് എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു കാലമാണ്. കാരണം ഇതാണ് ഒരു കുട്ടി അങ്ങോട്ടേക്കുള്ള ഒരു ദിശ നിർണ്ണയിക്കുന്നത്. ഇതാണ് ഇനി എന്ത് എന്നുള്ള ഇനി അങ്ങോട്ടേക്ക് ഞാൻ എന്താവണം എന്നുള്ള ഒരു കാര്യം നിശ്ചയിക്കുന്നത് ഈ ഒരു പീരീഡിലാണ്. അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാലം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ ഇതിൽ ഏറ്റവും ഇങ്ങനെ ഒരു എനർജറ്റിക് ആവാൻ കുട്ടികൾ ചെയ്യുമ്പം തന്നെ, ആക്റ്റീവായിട്ട് കുട്ടികൾ ഇടപെടാൻ ശ്രമിക്കുമ്പോൾ തന്നെ ഒരുപാട് വെല്ലുവിളികൾ കുട്ടികൾക്ക് നേരിടേണ്ടതായിട്ട് വരുന്നു. ഒരുപാട് നമ്മൾ പറയില്ലേ, പഴികൾ കേൾക്കാന്ന്. അതായത് ആ കുട്ടിയെ അനുസരണയില്ലാത്തവരാണ്, കുട്ടി മടിയനാണ്, പിന്നെ അഹങ്കാരിയാണ്, എന്നിങ്ങനെ വാശിക്കാരിയാണ്, എന്നിങ്ങനെ പലവിധ വിശേഷണങ്ങളാണ് നമുക്ക് ഈ അഡോൾസൻസ് പീരീഡിലുള്ള കുട്ടികൾക്ക് കിട്ടാറുള്ളത്. പക്ഷേ ഇത് എന്താണ് ഇവരുടെ ഉള്ളിൽ നടക്കുന്നത്, ഈ കുട്ടികളുടെ ഉള്ളിൽ നടക്കുന്നത് എന്നുള്ളത് വേർതിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ട സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ നമ്മൾ കൊടുത്താൽ അവരുടെ ഈ ഒരു വെല്ലുവിളികൾ കുറച്ചും കൂടി സ്മൂത്താക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും.
കുട്ടികൾ തന്നെ അവരുടെ ഉള്ളിലുള്ള എല്ലാ തിരിച്ചറിവുകളെയും ഒന്നും കൂടി ഡെവലപ്പ് ചെയ്തെടുത്താൽ ഈ എല്ലാ പ്രശ്നങ്ങളും ഒരു പരിധി വരെ സോൾവ് ചെയ്യാൻ പറ്റും. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഈ ഒരു ഏജിലാണ്, ഈ ഒരു അഡോൾസൻസ് പീരീഡിലാണ് അവർ ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് ഫിസിക്കലി ആയാലും മെൻ്റലി ആയാലും ഈ പീരീഡാണ് അവരുടെ ഡെവലപ്മെൻറ്റ് പീരീഡ് എന്ന് പറയുന്നത്. ജർമ്മനിയിൽ പ്രശസ്തനായ മനഃശാസ്ത്രജ്ഞനായ എറിക് എർക്സൺ പറഞ്ഞതുപോലെ ദി മേജർ ടാസ്ക് ഓഫ് അഡോൾസൻസ് ഈസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഐഡൻറ്റിറ്റി എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് അഡോൾസൻസിനെ കുറിച്ച് കൗമാരത്തിൻ്റെ പ്രധാന ചുമതല തൻ്റെ തിരിച്ചറിയലിൻ്റെ വികാസം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇത് തിരിച്ചറിയുമ്പം തന്നെ, ഇത് വികസിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുറച്ച് കാര്യങ്ങൾ ഈ പ്രായത്തിലുള്ള കുട്ടികൾ അവരുടെ ജീവിതത്തിലേക്ക് ആഡ് ചെയ്താൽ കുറച്ചുകൂടി ലൈഫ് സിമ്പിളായിട്ട് കടന്നു പോകും എന്നുള്ളതാണ്. അതിൽ ആദ്യത്തെയാണ്, കുറേ ഉണ്ട്, അതിൽ കുറച്ച് കാര്യങ്ങൾ ഉള്ളതിൽ ഒരെണ്ണം മാത്രമാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സെൽഫ് അവെയർനെസ്, അതായത് സ്വയംബോധം. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു മോർണിംഗ് സർക്കിളിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ സ്വയംബോധം, അതായത് സെൽഫ് അവെയർനെസ് കിട്ടാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ്. അതിൽ ഒന്നാമത്തേതാണ് സെൽഫ് റിഫ്ലക്ഷൻ, അതായത് തന്നെക്കുറിച്ച് ആലോചിക്കുക. തന്നെക്കുറിച്ച് ആലോചിക്കുക എന്ന് പറയുമ്പോൾ ഞാനെല്ലാം സ്കൂളിൽ ക്ലാസ്സുകളെല്ലാം എടുക്കുമ്പോൾ പല കുട്ടികളും തന്നെക്കുറിച്ച് ആലോചിക്കുക എന്ന് പറയുമ്പോൾ അവർ കാട് കയറി ആലോചിക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. ഇപ്പോഴത്തെ കുട്ടികൾ ക്ലാസ്സിലൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങളെ ഇഷ്ടമില്ല, എന്നെ ഇഷ്ടമില്ല, പിന്നെ എന്നെ വീട്ടിലൊന്നിനും സമ്മതിക്കുന്നില്ല, എന്നെ വീട്ടിൽ വിശ്വാസമില്ല, ഫോൺ എടുക്കാൻ സമ്മതിക്കുന്നില്ല, അതിന് സമ്മതിക്കുന്നില്ല, ഇങ്ങനെ കുറേ കാര്യങ്ങളാണ്. പക്ഷേ ഇതെല്ലാം നമ്മളെക്കുറിച്ച് ആലോചിക്കണം എന്നുള്ള ടോപ്പിക്കിൽ പറയുന്നു. അതായത് നമ്മളിപ്പോൾ ഒരു പരീക്ഷ അറ്റൻഡ് ചെയ്തു, പരീക്ഷയ്ക്ക് നമുക്ക് കുറച്ച് മാർക്ക് കുറഞ്ഞു. ആ മാർക്ക് കുറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരെയും കുറ്റം പറയാതെ, അതായത് സാധാരണ ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കഴിഞ്ഞ മാർക്ക് ആൻസർ ഷീറ്റ് കയ്യിൽ കിട്ടിയാൽ കുട്ടികൾ ക്വസ്റ്റ്യന് കുറ്റം പറയും, ടീച്ചേഴ്സിനെ കുറ്റം പറയും, വീട്ടിൽ പഠിക്കാനില്ലാത്തതിനെ കുറ്റം പറയും. അപ്പം ഇതൊന്ന് മാറി എനിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ, ഞാൻ പഠിച്ചതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് സ്വയം മനസ്സിലാക്കുന്നിടത്തിലാണ് സ്വയം തിരിച്ചറിവ്, അതായത് സെൽഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. തന്നെക്കുറിച്ച് ആലോചിക്കുക. ഞാൻ പഠിച്ചതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ടാണോ എനിക്ക് ഇന്നത്തെ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞത് എന്നുള്ള ഒരു പുനരാലോചന തന്നെക്കുറിച്ച് ഉണ്ടാവുക എന്നുള്ളതാണ്. അത് പരീക്ഷയിൽ എന്നല്ല, എല്ലാ വിഷയത്തിലും. നമ്മൾ എല്ലാവരെയും കുറ്റം പറയുന്നതിന് പകരം നമ്മളിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് ആലോചിച്ച് അത് തിരുത്താൻ വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെയാണ് ജേർണലിംഗ്, ഡയറി എഴുതുക. ഇപ്പോൾ അത് കൗമാരക്കാർക്കല്ല, എല്ലാവർക്കും ഉള്ള ഒരു ദിനചര്യ ആവണം ജേർണലിംഗ്, ഡയറി എഴുതുക എന്നുള്ളത്. അത് ഏറ്റവും നല്ല ഒരു രീതിയാണ്. അതായത് നമ്മളിപ്പോൾ രാവിലെ എണീറ്റോ തൊട്ടിട്ട് രാത്രി വരെ നമ്മളിങ്ങനെ ഒരേ ഇതിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ രാത്രി എല്ലാ വർക്കും കഴിഞ്ഞ് നമ്മൾ കിടക്കാൻ പോകുമ്പോൾ അതായത് ഇന്ന് കഴിഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ജേർണലിംഗ് എഴുതുക. വെറുതെ ഒരു ജേർണലിംഗ് എഴുതിക്കൊണ്ടിരിക്കുക. അതായത് ഇന്നത്തെ ദിവസം എങ്ങനെയായിരുന്നു, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്, ഇന്ന് ഞാൻ സന്തോഷിച്ച മൊമെൻ്റ് ഏതാണ്, ഞാൻ വിഷമിച്ച മൊമെൻ്റ് ഉണ്ടോ, എന്നെ ആരെങ്കിലും ചീത്ത പറഞ്ഞിട്ടുണ്ടോ, ഞാൻ എവിടെയൊക്കെ പോയി, ടീച്ചർ എന്തൊക്കെ എടുത്തു എന്നുള്ള കുറേ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ. നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കുന്ന കുറേ സംഭവങ്ങൾ. അത് വെറുതെ ജസ്റ്റ് ഒന്ന് എഴുതുക, ജസ്റ്റ് ഒരു ഡയറിയിൽ അങ്ങ് കുറിച്ച് വെക്കുക. പിന്നെ അതൊന്ന് കുറേ ദിവസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ പിറ്റേ ദിവസമോ അതൊന്ന് വായിക്കുക. എഴുതലും വായിക്കലും ഇമ്പോർട്ടൻ്റ് ആണ്.
കാരണം വലിയൊരു വിഷയത്തെ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ പ്രശ്നമായിരിക്കും നമ്മൾ എഴുതുന്നുണ്ടാവുക. അത് ചിലപ്പോൾ പിറ്റേ ദിവസം നമ്മളതെടുത്ത് വായിക്കുമ്പോൾ ഇത് പ്രശ്നമായിരുന്നോ എന്ന് നമുക്ക് തന്നെ തോന്നും. അങ്ങനെയുള്ള മൊമെന്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ലൈഫിൽ. ഇത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിറ്റേ ദിവസം എടുത്ത് നോക്കുമ്പോൾ ഇതായിരുന്നു എൻ്റെ പ്രശ്നമെന്ന് തോന്നും. അപ്പോൾ അങ്ങനെ ആ പ്രശ്നത്തെ ലഘൂകരിക്കാൻ നമുക്ക് ഈ ഡയറി കൊണ്ട് സാധിക്കും. അതൊരു ശീലമാക്കി എടുക്കുക. പിന്നെയാണ് മൂന്നാമത്തെയാണ് തേർഡ് വൺ, ആക്സെപ്റ്റ് ഫീഡ്ബാക്ക്. ഫീഡ്ബാക്കിനെ സ്വീകരിക്കുക എന്നുള്ളത്. അതായത് നമ്മൾ ഫീഡ്ബാക്ക് എന്തും പറയാലോ അല്ലേ? അപ്പോൾ ഈ ഫീഡ്ബാക്കിനെ ഭയന്നിട്ട് നമ്മളൊന്നും ചെയ്യാണ്ടിരുന്നാലോ? ഇപ്പോൾ സ്കൂളിൽ തന്നെ ഞാൻ ടീച്ചറായതുകൊണ്ടാണ് സ്കൂൾ എന്ന് പറയുന്നത്. ഞാൻ സ്കൂളിൽ ഈ ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ കുട്ടികളോട് എന്തെങ്കിലും ഒരു കാര്യം നാളെ ചെയ്തു വരണം അല്ലെങ്കിൽ മറ്റന്നാൾ ചെയ്തു വരണമെന്ന് പറയുമ്പോൾ കുട്ടികൾ പറയുക 2 മാസം മുന്നേ 2 മാസം കഴിഞ്ഞാൽ ആ കാര്യം അവർ ചിന്തിക്കുക. അപ്പോൾ ആ ഒരു കാര്യം പറയാതെ ഇനി അങ്ങോട്ടേക്ക് എന്ത് എന്ന് ചിന്തിക്കാതെ ഫീഡ്ബാക്കിനെ അക്സെപ്റ്റ് ചെയ്യുക. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിന് 2 കാര്യങ്ങൾ കിട്ടും. അതായത് നല്ലതും പറയും ചീത്തയും പറയും. അപ്പോൾ 2നെയും നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. പണ്ട് തന്നെ ബി.എഡ് പഠിപ്പിച്ച ഒരു മാഷ് പറഞ്ഞിട്ടുണ്ട്. സാറ് പറഞ്ഞിരുന്നു, നമുക്ക് ദൈവം 2 ചെവി തന്നിട്ടുണ്ട്, അതിൽ ഇതിലൂടെ കേട്ട് ഇതിലൂടെ വിടാനാണ് എന്ന് പറയും. അത് ആവശ്യമുള്ളത് ഇവിടെ സ്റ്റോർ ചെയ്യുക, ആവശ്യമില്ലാത്തത് ചെവിയിലൂടെ വിടുക എന്ന് പറയും. ഇത് ഞാൻ എൻ്റെ പല കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കാറുണ്ട്. നിങ്ങൾ എല്ലാ ഫീഡ്ബാക്കും കേൾക്കുക. ആൾക്കാർ എന്ത് പറയുന്നു അതൊക്കെ നിങ്ങൾ കേട്ടോളൂ. എന്താണ് സ്വീകരിക്കേണ്ടത് എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ ചെവിയിലൂടെ കേൾക്കുക, ആവശ്യമുള്ളത് ഇവിടെ സ്റ്റോർ ചെയ്യുക, ഈ ചെവിയിലൂടെ തിരിച്ചു വിടുക, പുറത്തേക്ക് വിടുക. അതാണ് ഫീഡ്ബാക്കിൻ്റെ ഉദ്ദേശിക്കുന്നത്. ഫീഡ്ബാക്ക് സ്വീകരിക്കുക, കണ്ണും പൂട്ടി നിങ്ങൾ സ്വീകരിക്കുക. അതിനെ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, തള്ളി പറയേണ്ട. എല്ലാവരും അവരവരുടെ ഭാഗത്തു നിന്നാണ് എല്ലാവരും ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മൾ അതിനെന്ത് ചെയ്യുക, അവരെ കുറ്റം പറയണ്ട, അതിന് നിങ്ങൾ കേട്ടോളൂ, സ്വീകരിച്ചോളൂ. പക്ഷെ ഉള്ളിലേക്ക് എന്ത് കൊടുക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ ഫീഡ്ബാക്ക് കിട്ടില്ല, മോശം ഫീഡ്ബാക്ക് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, ചെയ്യാതിരിക്കരുത്. നമ്മളത് ചെയ്യുക, ആ ഫീഡ്ബാക്കിന് അതിൻ്റേതായ രീതിയിൽ നമ്മളെ അക്സെപ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ്. 4th വണ്ണാണ് സെൽഫ് ഡെവലപ്മെൻറ്റ്, അതായത് സ്വയം വികസനം. സ്വയം വികസനം എന്ന് പറയുമ്പോൾ വികാസത്തിൻ്റെ കാലമാണല്ലോ അഡോൾസൻസ് എന്ന് പറയുന്നത്. പലതരത്തിലും, മെൻ്റലി ആയാലും ഫിസിക്കലി ആയാലും. അപ്പോൾ ഒരു കുട്ടിക്ക് പലതരത്തിലുള്ളതായിരിക്കും. ഇപ്പോൾ ഓരോ കുട്ടിയും ഭൂമിയിലേക്ക് വരുമ്പോൾ ഒരു കഴിവില്ലാത്ത ഒരാളും ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നില്ല എന്നതാണ് പഠനം പറയുന്നത്. ഏതെങ്കിലും ഒരു കഴിവ് ആ കുട്ടിക്ക് ഉണ്ടാവും. അത് ഈ പീരീഡിലാണ് ഇതിൻ്റെ കുഞ്ഞിലേ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. കുഞ്ഞിലേ ഈ കുട്ടിയുടെ കഴിവ് എന്താണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് സമയം നമ്മൾ മാറ്റി വെക്കണം എന്നുള്ളതാണ്. രാവിലെ തൊട്ട് രാത്രി വരെ എന്നുള്ളത് ഒരു അരമണിക്കൂറെങ്കിലും ചുരുങ്ങിയത്. ഇപ്പം പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും പെയിൻറ് ചെയ്യാനും ഇങ്ങനെ എല്ലാ കഴിവുകളും നമ്മളെ കുട്ടികൾക്കുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കഴിവ് ഒരു കുട്ടിക്ക് ഇല്ലാതിരിക്കില്ല. അതിനെ വികസിപ്പിച്ചെടുക്കുക, അത് ചെയ്യുക. അരമണിക്കൂർ മതി, കുറേ സമയമൊന്നും വേണ്ട. അരമണിക്കൂർ അതിന് നമുക്കായിട്ട് നമ്മൾ ആസ്വദിച്ച് നമ്മളുടെ ഉള്ളിലുള്ള കഴിവിനെ വികസിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുക. അതാണ് സെൽഫ് ഡെവലപ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെന്തും ആയിക്കോട്ടെ. അപ്പുറത്തിരിക്കുന്ന കുട്ടിക്ക് ആ കഴിവുണ്ട്, ഫുൾ A+ അപ്പുറത്ത് ഇരിക്കുന്ന കുട്ടിക്ക് കിട്ടുന്നുണ്ട്, എനിക്ക് ആ A+ ഇല്ല, പക്ഷെ എനിക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കഴിവുണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് ഫുൾ A+ വാങ്ങാനുള്ള കഴിവുണ്ടാവണം ഇല്ലെങ്കിലും എനിക്ക് വേറെ കഴിവുകളുണ്ട്. ഞാൻ നന്നായി ഡാൻസ് ചെയ്യുമല്ലോ, ഞാൻ നന്നായി പാട്ട് പാടുമല്ലോ, ഞാൻ നന്നായി പെയിൻറ് ചെയ്യുമല്ലോ. അങ്ങനെ നമ്മളെ ഉള്ളിലേക്ക് നമ്മൾ നോക്കുക. എന്നിട്ട് ആ ഒരു കഴിവിനെ നമ്മൾ എന്ത് ചെയ്യുക, വികസിപ്പിച്ചിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് സെൽഫ് ഡെവലപ്മെൻറ്റ്. അതിനുവേണ്ടി നമ്മൾ കുറച്ച് സമയം നീക്കി വെച്ചേ പറ്റൂ. അത് നീക്കി വെക്കാൻ നമ്മൾ ശ്രമിക്കുക നമ്മളെ ദിവസങ്ങളിൽ. അപ്പോൾ ചിലപ്പോൾ നമുക്ക് വേറെ പലതും മാറ്റി വെക്കേണ്ടതായിട്ട് വരും. കുറച്ച് സമയം ഫോൺ മാറ്റി വെക്കേണ്ടതായിട്ട് വരും, കുറച്ച് സമയം നമ്മൾ ഡെയിലിയുള്ള പഠനം മാറ്റി വെക്കേണ്ടതായിട്ട് വരും. അങ്ങനെ എന്നാലും ഒരു അരമണിക്കൂർ നമ്മൾ അതിന് നീക്കി വെക്കുക എന്നുള്ളതാണ്. 5th വണ്ണാണ് കറക്റ്റ് മിസ്റ്റേക്ക്. തെറ്റുകളെ നമ്മൾ തിരിച്ചറിയുക. ഈ പ്രായത്തിലുള്ള കുട്ടികളുടെ ഒരു പ്രശ്നം
എന്ന് പറയുന്നത് അവർക്ക് ഉപദേശങ്ങൾ തീരെ ഇഷ്ടമല്ല എന്നുള്ളതാണ്. പക്ഷെ ചുറ്റുമുള്ളവർ ഉപദേശിച്ച് അവരൊരു വഴിക്കാക്കും. പക്ഷെ അവർക്ക് ഉപദേശങ്ങൾ വരുമ്പോൾ അതിൽ ചിലപ്പോൾ നമ്മളുടെ തെറ്റുകൾ ഉണ്ടാവാം, അവർ പറയുന്നതിൽ നമ്മളുടെ മിസ്റ്റേക്കുകൾ ഉണ്ടാവാം. അത് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. എന്നിട്ട് അതിനൊന്ന് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. പക്ഷേ ഈ ഈ കുട്ടികൾ, ഈ പ്രായത്തിലുള്ളവർ അവരോട് തന്നെ കുറേ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാനെന്താ ഇങ്ങനെ എന്നാണ് ഈ പ്രായത്തിലുള്ള കുട്ടികൾ അധികം ചോദിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും എന്താ എന്നോട് ഇങ്ങനെ, ഞാൻ അങ്ങനെയല്ലല്ലോ അവരോടൊക്കെ പെരുമാറുന്നത്, എൻ്റെ കയ്യിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉള്ളത് കൊണ്ടാണ്. ഇവർ ചെയ്യണതെല്ലാം മിസ്റ്റേക്ക് ആയിട്ടാണ് ചില കുട്ടികൾ കാണുന്നത്. പക്ഷെ അത് അങ്ങനെയല്ല പറയുന്നത്. മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ചുറ്റോട് നിൽക്കുന്നവർ കുറേ കാര്യങ്ങൾ പറയുന്നതിൽ ചിലപ്പോൾ ചില മിസ്റ്റേക്കുകൾ ഉണ്ടാവാം. അതിനെ ജനറലൈസ് ചെയ്യരുത്. ഓക്കെ, ചിലത് ചിലപ്പോൾ മിസ്റ്റേക്ക് ആവാം. അതിനെ നമ്മൾ എന്ത് ചെയ്യുക, അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് അതിനെ തിരുത്തുക. ആ തിരുത്തൽ വരുന്നിടത്തിലാണ് പൂർണ്ണത എത്തുന്നത്. അവിടെയാണ് പോയിന്റ്. തിരിച്ചറിഞ്ഞ് അത് പരിഹരിക്കുക എന്നുള്ളതാണ്. അപ്പം മാത്രമേ നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു വികാസം ഉണ്ടാവുകയുള്ളൂ. ഈ തിരിച്ചറിവിൻ്റെ പ്രായം എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞു, സ്വയം വികാസത്തിൻ്റെ പ്രായം കൂടിയാണ്. അപ്പോൾ നിങ്ങൾ വികസിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ ഇത് സ്വയം മിസ്റ്റേക്കുകൾ വരുമ്പോൾ അത് തിരിച്ചറിഞ്ഞ് അത് പരിഹരിക്കുമ്പോൾ നിങ്ങൾ അവിടെ വലുതാവുകയാണ്, നിങ്ങൾ അവിടെ വികസിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ ഒരിക്കലും ചെറുതാവുന്നില്ല, നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വേറിടുന്നില്ല, നിങ്ങൾ അവിടെ വളരുകയാണ്. വളർച്ചയുടെ ഘട്ടമെന്ന് എറിക് എറിക്സൺ പറഞ്ഞതുപോലെ നിങ്ങൾ വളരുകയാണ്. അപ്പോൾ നിങ്ങൾ മിസ്റ്റേക്കുകൾ എന്ത് ചെയ്യുക, കറക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നെക്സ്റ്റ് വൺ ആണ് സെൽഫ് ഗോൾ. ഈ സെൽഫ് ഗോൾ എന്ന് പറയുമ്പോൾ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുക എന്നുള്ളതാണ്. ഈ ലക്ഷ്യങ്ങൾ എന്ന് പറയുമ്പോൾ രണ്ട് തരം ഉണ്ടാവും. ഒരു എന്താ പറയുക, ലോങ് ടേമുള്ള ലക്ഷ്യങ്ങളുമുണ്ട്, ഷോർട്ട് ടേമുള്ള ലക്ഷ്യങ്ങളുണ്ട്. ഈ ലോങ് ടേം എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഡോക്ടർ ആവുക. ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾ 10ാം ക്ലാസ് കോളേജൊക്കെ ആണെങ്കിൽ ഇന്ന് ഡോക്ടർ ആവുക, എൻജിനീയർ ആവുക, അങ്ങനെ സിവിൽ സർവീസ് അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. അതാണ് ലോങ് ടേം എന്ന് പറയുന്നത്. ഷോർട്ട് ടേം എന്ന് പറയുന്നത് ഇപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് ഇത്ര ലെസൺ ഞാൻ പഠിക്കും, അതാണ് ഷോർട്ട് ടൈം. 2 ആഴ്ചത്തേക്ക് ഞാൻ ഇത്ര ചാപ്റ്റർ തീർക്കും, അതാണ് ഷോർട്ട് ടൈം. അത് നമ്മൾ ആ സമയം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് തീർക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ്. ഷോർട്ട് ടേം ഗോൾസ് സെറ്റ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അത് നമ്മൾ അത് ചെയ്യുക. ആ ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ചില പ്രിപ്പയറിങ് കുറച്ച് പിന്നെ ടൈം ടേബിളും ഒക്കെ ഒന്ന് നമ്മൾ സെറ്റ് ചെയ്യണം. അതിലൂടെ നമ്മളിങ്ങനെ മൂവ് ഓൺ ചെയ്ത് പോകണം. അത് അങ്ങനെയാണ് നമ്മളുടെ ഗോൾ സെറ്റ് ചെയ്യേണ്ടത്. ഈ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ചുറ്റോട് നിൽക്കുന്നവർ ഒരുപാട് ഗോൾസ് പറയും. പ്രായത്തിൽ പ്രത്യേകിച്ച് 10ാം ക്ലാസ് കഴിയുമ്പോഴാണ് ഈ ഗോൾസിനെ കുറിച്ച് പലരും ആലോചിക്കുന്നത് പോലും. ഈ 10ാം ക്ലാസ് കഴിയുമ്പോഴല്ല, പരീക്ഷയ്ക്ക് മാർക്ക് വന്ന് ഫൈനൽ പരീക്ഷയുടെ മാർക്ക് വന്ന് കഴിഞ്ഞാലല്ല നമ്മൾ ഗോൾ സെറ്റിങ്ങിനെ കുറിച്ച് ആലോചിക്കേണ്ടത്. നമ്മൾ കുറച്ചുകൂടി മുന്നേ അതിൻ്റെ തയ്യാറെടുപ്പുകൾ നടത്തുക, ആലോചനകൾ നടത്തുക. ഇനി 10 കഴിഞ്ഞാൽ ഞാൻ എന്താണ് എന്നുള്ളത്. അതാണ് ലോങ് ടേം ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഷോർട്ട് ടേം ആണെങ്കിൽ ഒരു ക്ലാസ് തുടങ്ങി പരീക്ഷ തുടങ്ങുന്നതിൻ്റെ കുറച്ച് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ആ ലെസൺ പ്ലാനൊക്കെ തയ്യാറാക്കി നമ്മൾ പിന്നെ ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്തു. രാവിലെ എത്ര പഠിക്കണം, വൈകുന്നേരം എത്ര പഠിക്കണം, അതാണ് ഷോർട്ട് ടേം ഗോൾ തിരഞ്ഞെടുക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുക. ഇങ്ങനെ വളരെ സിസ്റ്റമാറ്റിക്കായി ടൈം ടേബിൾ വെച്ച് പോയാൽ ഈ 2 ഗോൾസ്, അതായത് ഷോർട്ട് ടേം ലോങ് ടേം ഗോളും നമുക്ക് കൃത്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ നമുക്ക് എന്ത് വേണം, ഒരു ഗോൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്, ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു സെൽഫ് അവെയർനെസ് കിട്ടാൻ അഡോൾസൻസിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ
നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് തോന്നുന്നു അഡോൾസൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചുറ്റുപാടും ഉണ്ട്, നമ്മളെ വീട്ടിലും ഉണ്ട്, നമ്മളെ കുടുംബത്തുണ്ട്, നമ്മളെ കാണുന്ന ഓരോ മേഖലയിലും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ തിരിച്ചറിയാൻ അവരെ സഹായിക്കുക എന്നുള്ള ഒരു കമ്മിറ്റ്മെൻറ്റും കൂടി മുതിർന്നവരായ നമ്മൾ എടുക്കേണ്ടതാണ്. ചിലപ്പോൾ ഇതൊന്നും അവർക്ക് അറിയണ്ടാവില്ല, അവർക്ക് എന്താണ് ഏതാണ്. അപ്പോൾ അവരെ ഇതിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. അവർക്കൊരു ഒരു തുമ്പ് കിട്ടിയാൽ മതി, ഒരു ചെറിയൊരു സംഭവം കിട്ടിയാൽ മതി, ബാക്കി അവർ അതിൻ്റെ മുകളിൽ പിടിച്ച് കയറിക്കോളും. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഇത് ലാസ്റ്റ് വണ്ണാണ്, സ്വയംബോധം കൊണ്ടുണ്ടാക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഈ സെൽഫ് അവയർനെസ് കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ് ഈ കുട്ടികൾക്ക് കിട്ടേണ്ടത് എന്നാണ്. അതിൽ പ്രധാനപ്പെട്ടതാണ് അവർ സ്വന്തം സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ് എന്ന് കുട്ടികൾക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും. ഞാൻ എൻ്റെ ശക്തി ഏതാണ്, ഞാൻ എൻ്റെ വീക്ക് പോയിന്റ് ഏതാണ് എന്ന് ഈ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഈ ഒരു സെൽഫ് അവയർനെസ് കൊണ്ട് സാധിക്കും. ഇനി എവിടെയാണ് ഞാൻ മെച്ചപ്പെടുത്തേണ്ടത്, ഇപ്പോൾ വീക്ക് പോയിന്റ് ഉണ്ടെങ്കിൽ ഞാനിത് എവിടെയാണ് മെച്ചപ്പെടുത്തേണ്ടത് എന്നും കുട്ടിക്ക് വേർതിരിച്ചറിയാൻ പറ്റും. പിന്നെ ഉത്തരവാദിത്വ ബോധം ഉണ്ടാവും. സ്വയം കുട്ടി തന്നെക്കുറിച്ച് മനസ്സിലാക്കുകയാണ്. സെൽഫ് അവയർനെസ് കിട്ടിക്കഴിഞ്ഞോ കുട്ടിക്ക്, ആ സമയത്തോടുകൂടി കുട്ടി എന്താണ്, ഒരു ഉത്തരവാദിത്വം ഉണ്ടാവും. സൊസൈറ്റിയോടും കുടുംബത്തോടും ഒരു ഉത്തരവാദിത്വം ഉണ്ടാവും. ഓക്കെ, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഇനി ഞാൻ എന്താണ് മെച്ചപ്പെടുത്താൻ എനിക്ക് എന്ത് കഴിയും, എന്നിങ്ങനെയുള്ള ഒരു ഉത്തരവാദിത്വ ബോധം കുട്ടിക്ക് ഉണ്ടാവുക ഈ സെൽഫ് അവയർനെസ് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ കിട്ടും. കാരണം കുട്ടിയെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. കുട്ടിയെക്കുറിച്ച് ഒരു അഡോൾസൻസ് പീരീഡിൻ്റെ ഒരു കുട്ടി അവരെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് മറ്റുള്ളവരെ കുറിച്ച് കൂടി പഠിച്ചു എന്നുള്ളതാണ്. അതായത് സൊസൈറ്റിയിലുള്ള ആൾക്കാരെ കുറിച്ച് പഠിച്ചു, കുറച്ചും കൂടി ഉത്തരവാദിത്വം കൂടും ആ കുട്ടികൾക്ക്. പിന്നെ ആ കുട്ടിക്ക് തോന്നുക മറ്റുള്ളവരോട് കരുണയും ബഹുമാനം. ഈ പറഞ്ഞതുപോലെ തന്നെ ആ അഡോൾസൻസ് പീരീഡിലുള്ള കുട്ടി നമ്മളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി നമ്മൾ അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക്, അതായത് ഇപ്പോൾ എനിക്ക് എന്നോട് തന്നെ സിമ്പതിയും എമ്പതിയും ഇഷ്ടവും ഒക്കെ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരോടും അത് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ആദ്യം നമുക്കല്ലേ വേണ്ടത്, ആദ്യം നമുക്ക് നമ്മളോടൊരു ഇഷ്ടം വേണ്ടേ, നമുക്ക് നമ്മളോട് ഇഷ്ടം വേണം, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയോട് നമുക്ക് ആത്മാർത്ഥത ഉണ്ടാവണം, അപ്പോഴേ നമുക്കത് തിരിച്ച് കൊടുക്കാൻ പറ്റും. സെൽഫ് അവയർനെസ് കിട്ടിയതോടുകൂടി ആ കുട്ടിക്ക് അത് കിട്ടിക്കഴിഞ്ഞു. അത് കിട്ടിക്കഴിഞ്ഞാൽ കുട്ടി അത് കൊടുത്തോളും. ഓക്കെ, അപ്പോൾ ആ സെൽഫ് അവയർനെസ് വഴി മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിൽ കാതലായ മാറ്റം ഉണ്ടാവുകയാണ്. പിന്നെ നല്ല റിലേഷൻസ് ഉണ്ടാക്കാൻ സാധിക്കും ഇതുവഴി. നല്ല റിലേഷൻസ്, അത് നല്ല ചെയ്ത് ചീത്ത ചെയ്തതെന്ന് കുട്ടിക്ക് ഇപ്പം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ്, നല്ല റിലേഷൻസ് ഫോം ചെയ്യാൻ വേണ്ടി പറ്റും. ഏത് റിലേഷനിൽപ്പെട്ടാലും അവിടെ നിന്ന് ഇപ്പോൾ ഇപ്പോൾ കുറച്ച് പ്രശ്നമുള്ള റിലേഷൻ ആണെങ്കിൽ അവിടെ നിന്ന് സ്മൂത്തായിട്ട് സ്കിപ്പ് ചെയ്ത് പോരാൻ വേണ്ടി പറ്റും. നല്ല കൂട്ടുകെട്ടാണെങ്കിൽ അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്യാനും പറ്റും. ഇങ്ങനെ നമ്മൾ ബന്ധങ്ങളെ നമുക്ക് കഴിവുറ്റതും ദൃഢമാക്കാനും നമ്മളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. കോൺഫിഡൻസ് കൂടും, അതാണ് വെരി ഇമ്പോർട്ടൻ്റ് അടുത്തത്. അതായത് സെൽഫ് കോൺഫിഡൻസ്, സ്വയം എന്താ പറയുക, സെൽഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം കൂടുക അല്ലേ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എനിക്ക് ഈ സെൽഫ് കോൺഫിഡൻസിൻ്റെ ഒരു കുറവ്. അതായത് ഞാൻ ഇത് ചെയ്താൽ നന്നാവില്ല, ഞാൻ ഇത് ചെയ്താൽ ശരിയാവില്ല, എന്നോടാർക്കും ഇഷ്ടമില്ല എന്ന് പറയുന്ന സെൽഫ് കോൺഫിഡൻസിൻ്റെ അഭാവം ഇന്നത്തെ കുട്ടികളിൽ കുറച്ചൊക്കെ എവിടേക്കോ മിസ്സിങ് ആണ്. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് പോയി എന്നുള്ളതല്ല, എവിടേക്കോ മിസ്സിങ് ആണ്. അത് ഈ സെൽഫ് അവയർനെസ് കിട്ടുന്നത് വഴി പരിഹരിക്കാൻ പറ്റും. ഈ ആത്മവിശ്വാസം ഉണ്ടായാലേ നമുക്ക് ലൈഫിന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ സ്വയം തീരുമാനിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് എന്തൊക്കെയോ ചെയ്യാനും പറ്റും. അതിനുള്ള ആത്മവിശ്വാസം കിട്ടാൻ ഈ സെൽഫ് അവയർനെസ് കൊണ്ട് സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഈ സെൽഫ് അവയർനെസ് വഴി അഡോൾസൻസ് പീരീഡിലുള്ള കുട്ടികൾക്ക്
സ്വയം ഉത്തരവാദിത്ത ബോധമുള്ളവരും കടമകൾ നിർവഹിക്കുന്നവരും എല്ലാവരോടും സഹാനുഭൂതിയോടുകൂടി പെരുമാറുന്നവരും എല്ലാം ആക്കി തീർക്കാൻ ഈ സെൽഫ് അവെയർനെസ് കൊണ്ട് സാധിക്കും. ഈ കുട്ടികളെ നമ്മൾ ഉപദേശിച്ച് സൈഡിലാക്കി എന്താ പറയുക ടോർച്ചർ ചെയ്ത് കൊല്ലുന്നതിന് പകരം ഇതേപോലത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കുട്ടികൾക്കൊന്ന് പറഞ്ഞു കൊടുത്താൽ അവരുടെ ലൈഫ് വളരെ സ്മൂത്താണ്. നമ്മളെ കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴൊക്കെ പാറി പറക്കുന്ന ഒരു കാലമാണ് ഈ കാലത്തെ കുട്ടികൾ. അപ്പോൾ ആ കുട്ടികൾ അതിനനുസരിച്ച് വേണ്ട സംഭവങ്ങൾ കുട്ടികൾക്ക് കിട്ടിയാൽ കുട്ടികൾ സൂപ്പറാണ്. അവർ പറന്നെത്തും. നമ്മൾ വിചാരിക്കുന്നിടത്തിൽ അവരെത്തും എന്നുള്ളതാണ്. നമ്മുടെ കയ്യിലും അവരുണ്ടാവും. അവരെവിടെ മിസ്സായി പോവില്ല എന്നുള്ളതാണ്. നമ്മുടെ ലോറൻസ് ബോസിഡി എന്ന സൈക്കോളജിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, നോയിങ് യുവർ സെൽഫ് ഈസ് ബിഗിനിങ് ഓഫ് വിസ്ഡം. സ്വന്തത്തെക്കുറിച്ച് അറിയുന്നിടത്താണ് സകല ജ്ഞാനത്തിൻ്റെയും തുടക്കം. നമ്മൾ ആദ്യം നമ്മളെ അറിയുക, സെൽഫായിട്ട് അറിയുക. എന്നാലേ നമുക്ക് ലോകത്തെയും നമ്മുടെ സമൂഹത്തെയും നമ്മുടെ കുടുംബത്തെയും വികസിപ്പിക്കാൻ പറ്റൂ. ഇതാണ് ഇന്നത്തെ സെൽഫ് അവെയർനെസ് ക്ലാസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് വ്യക്തമാവാത്ത ക്ലിയർ ആവാത്ത പോയിന്റ്സ് ഉണ്ടെങ്കിൽ നമുക്കത് ക്ലാരിറ്റി വരുത്താവുന്നതാണ്. താങ്ക് യു മാം, നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു. ഞാൻ ഈ അഡോളസൻസിന്റെ ടീനേജിന്റെ കാര്യം പറയുമ്പോൾ അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ ചേർക്കാം. ഈ ടീനേജിലുള്ള കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി, വൺ ഓഫ് ദ ക്രൈസിസ് എന്ന് പറയുന്നത് ഐഡന്റിറ്റി ക്രൈസിസ് ആണ്. ഇത് പാരന്റ്സിനെ ഉണ്ടാക്കുന്നതാണ്. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പം അച്ഛനും അമ്മയും ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ മോള് അടുത്തേക്ക് വരുന്നു, ഒരഭിപ്രായം പറയുന്നു. അപ്പം സ്വാഭാവികമായിട്ടും പാരന്റ്സ് പറയും, നീ ചെറിയ കുട്ടിയാണ്, അപ്പം എന്താണ് ഇതിലൊന്നും അഭിപ്രായം പറയാനായിട്ടില്ല എന്ന് പറയും. അപ്പൊ ഈ കുട്ടിയുടെ മനസ്സിൽ വരുന്നത് എന്താ വെച്ചാൽ, ഞാൻ ചെറിയ കുട്ടിയാണ്, വലിയ കാര്യങ്ങൾ അഭിപ്രായം പറയാനായിട്ടില്ല. ഇതേ കുട്ടി തന്നെ അന്ന് ഇതെല്ലാം കഴിഞ്ഞു, കുളിയെല്ലാം കഴിഞ്ഞ് മുകളിൽ പോയി ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ഇങ്ങനെ സ്റ്റെയർ കയറി ഇങ്ങനെ താഴേക്ക് ഇറങ്ങുവാണ്. അത് ഈ കുട്ടികൾ ഇങ്ങനെ ചാടി 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 വരുമല്ലോ, പെൺകുട്ടികൾ പ്രത്യേകിച്ചും. അപ്പം ഇതേ അമ്മ പറയാണ്, നീ വലിയ കുട്ടിയായി എന്നിട്ടും കുട്ടിക്കളി മാറിയിട്ടില്ല. അപ്പം ആദ്യത്തെ സിറ്റുവേഷനിൽ ഈ കുട്ടി ചെറുതായിരുന്നു, രണ്ടാമത്തെ സിറ്റുവേഷനിൽ ഈ കുട്ടി വലുതായിരുന്നു. ഇതാണ് ഈ ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ടാക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്. അപ്പൊ ഇവർക്ക് അറിയില്ല ഞാൻ ചെറുതാണോ വലുതാണോ, ഓരോ സിറ്റുവേഷനിലും ഞാൻ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, സ്വന്തമായിട്ട് അഭിപ്രായം പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങൾ പറയാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു ഏജ് ആണ്. ഒരു 18 ഇയേഴ്സ് ഒക്കെ ആകുമ്പോൾ മാറും. കാരണം ഇവരുടെ ഹോർമോൺസിലുള്ള ചേഞ്ചസ് കാരണം സ്വന്തമായിട്ട് തീരുമാനങ്ങളൊക്കെ എടുക്കാനൊക്കെ പറ്റുന്ന ഒരു ഏജ് ആയി കഴിഞ്ഞാൽ പ്രശ്നമില്ല. പക്ഷെ അതുവരെ ഇവര് ഐഡന്റിറ്റി ക്രൈസിസ് ഉള്ളത് കാരണം പല കാര്യങ്ങളും ഹൈഡ് ചെയ്യും, പല കാര്യങ്ങളും ഇഷ്ടങ്ങൾ അവർ പുറത്ത് പറയില്ല, ചില സിറ്റുവേഷനിൽ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് അറിയില്ല. അപ്പൊ അത് പാരന്റ്സ് ആയിട്ട് തന്നെ ഉണ്ടാക്കുന്നതാണ്. അപ്പം ഓരോ ഏജ് ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കണം, നമ്മളെ പെരുമാറ്റത്തിൽ ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ ഇവർക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതെ അതെ, ഇത് ഈ അഡോൾസൻസ് പീരീഡ് കാര്യങ്ങൾ എന്ന് പറയുന്നത് വലിയൊരു ഏരിയ ആണ്. അതിൻ്റെ ഒരു കുഞ്ഞ് ഒരു ടോപ്പിക്ക് മാത്രമാണ് നമ്മൾ ഇപ്പോൾ ഈ മോണോ സർക്കിളിൽ എടുത്തത്. ഇതിൽ തന്നെ പേരൻസ് അവയർനെസ് ആയിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ടീച്ചേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ ഒട്ടനവധി കാര്യങ്ങളുണ്ട് ഇവർക്കായിട്ടുള്ളത്. അത് വലിയൊരു മേഖലയാണ്. പേരൻസിനെ സംബന്ധിച്ച് പറയുമ്പോൾ അവർ എന്താ പറയുക, ഈ ഇപ്പം പറഞ്ഞ ഈ ഒരൊറ്റ കേസുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ, ഈ കുട്ടികളെ നമ്മൾ വളർത്തുമ്പോൾ ഒരു 10 വയസ്സ് 12 വയസ്സിലാണ് ഈ കുട്ടീൻ്റെ അടുത്ത് നമ്മൾ കൃത്യമായിട്ട് ആശയവിനിമയം നടത്തുന്നത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മൾ 10 വയസ്സിന് ശേഷമായിരിക്കും കുട്ടി അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, വലിയവായി സംസാരിക്കുന്നു, ആവശ്യമില്ലാത്തത് അഭിപ്രായം പറയുന്നു, എന്നാൽ തൊട്ട് വേണ്ട കാര്യങ്ങളൊട്ട് ചെയ്യുകയില്ല. അങ്ങനെ നമ്മൾ പറയുന്നത് 10-11 വയസ്സിൻ്റെ ഒക്കെ ശേഷമാണ്. പക്ഷെ ഇതൊക്കെ കുഞ്ഞിലേ ഉണ്ട് കുട്ടിക്ക്. അതായത് ഒരു 3 വയസ്സ് 4 വയസ്സിന് ശേഷമേ ഈ കാര്യങ്ങളിലൂടെയാണ് കുട്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മളത് കെയർ ചെയ്യുന്നില്ല. ശ്രദ്ധക്കുറവ് പാരൻസിന്റെ ഭാഗത്ത് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ചിലപ്പോൾ അതുകൊണ്ടാവാം നമ്മൾ ഈ കുട്ടികളെ
പറഞ്ഞു കൊടുക്കുമ്പോൾ, ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ കുഞ്ഞിലേ പറഞ്ഞ് നമ്മളിങ്ങനെ കൊണ്ടുവന്ന ഈ ഒരു പ്രായമാകുമ്പോഴേക്കും എന്ത് പറയണം, ഏത് പറയണം, എവിടെ പറയണം എന്നുള്ള ഒരു പോയിന്റിലേക്ക് കുട്ടികൾ എത്തും. തീർച്ചയായിട്ടും എത്തുമെന്നാണ് പറയാനുള്ളത്. ഇതൊരു വലിയൊരു ടോപ്പിക്കാണ്. പാരൻസിനായിട്ട് വേറെ തന്നെ ഒരു സെഷൻ എടുക്കേണ്ട ഒരു ഏരിയയാണ്. ഓക്കെ, വേറെ? നല്ല ക്ലാസ് ആയിരുന്നു, അടിപൊളി ക്ലാസ്. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. പിന്നെ അതിന്റെ ഗുണങ്ങളും ദോഷങ്ങള്, പിന്നെ എങ്ങനെയൊക്കെ അവയർനെസ് വരുത്തണം എന്നതിനെ കുറിച്ചൊക്കെ നല്ലൊരു ടോപ്പിക്ക്. സൂപ്പർ ആയിട്ടുണ്ട് മാഡം. താങ്ക് യു. താങ്ക് യു സർ. മാം നല്ല ക്ലാസ് ആയിരുന്നു. എനിക്കിപ്പോ 3 കുട്ടികളുണ്ട് പി അഡോളസൻസ്. 10 തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 3 കുട്ടികളുണ്ട്. അവർ പറഞ്ഞ പോലെ ഉപദേശം തീരെ ഇഷ്ടമല്ല. അതെ, എനിക്ക് എപ്പോ അവർ 3 പേര് ഒരുമിച്ച് ഞാനും അവരും മാത്രമുള്ള ഒരു ടൈം കിട്ടിയ ഞാൻ അപ്പൊ ഉപദേശിക്കാനായിരിക്കുള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞിട്ട് കുറച്ച് മാറ്റങ്ങൾ അവർക്ക് ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട്. അവർക്ക് ലൈഫിനെ കുറിച്ചിട്ട് എന്തെങ്കിലും അവര് ആ ഒരു എന്താ പറയാ, ഈ ജെൻസി അങ്ങനത്തെ ഒക്കെ അവരങ്ങനത്തെ ഒരു അടിച്ചുപൊളി അതാണെന്നല്ല അവരുടെ ഒരു ഇത്. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറയുമ്പോ ചെറിയൊരു മാറ്റങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട് ഇടക്കൊക്കെ ഉപദേശിച്ചു കൊടുക്കുമ്പോ. പക്ഷെ തീരെ ഇഷ്ടമില്ല. അതെ. എന്റെ മോനും 10 വയസ്സാണ്, മൂത്ത ആൾക്ക്. ഉപദേശിച്ചിട്ട് കാര്യമില്ല, ഉപദേശം അവർ കേൾക്കില്ല. അവർക്ക് ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുകയാണ്. അപ്പം കുറച്ചും കൂടെയൊക്കെ അതെ അതെ അവര് ശരിയാവും. നമ്മള് ഇങ്ങനെ ചെയ്യൂ എന്ന് പറയുന്നതിന് പകരം അവരോട് ചോദിക്കും, ഇങ്ങനെ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, എന്താണ് എന്റെ അഭിപ്രായം. അപ്പൊ അവരത് ചെയ്യുകയും ചെയ്യും. അവരത് എന്താ പറയാ, നമ്മള് പറയുന്നത് എതിർക്കില്ല. അതേസമയം നീ ഇങ്ങനെ ചെയ്താലേ ഇത് ശരിയാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പറയും, ഇല്ല ഞാൻ ചെയ്യുന്നില്ല എന്ന് പറയും. പണ്ടെല്ലാം പിന്നെ നമ്മള് കുട്ടികളെ ഒന്നെങ്കിൽ നമ്മൾ ഇപ്പോഴും അതെ കേട്ടോ, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. വെച്ചാൽ നമ്മള് ഒന്നെങ്കിൽ നമ്മള് കുട്ടീന്റെ മുന്നിലേക്ക് കയറി നിന്നിട്ട് നീ എന്റെ കൂടെ വാന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ പുറകിൽ നിന്നിട്ട് നടക്കുന്നു പറയും. ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾ ഇത് രണ്ടും അല്ല ആഗ്രഹിക്കുന്നത്. അവരെന്താ തോളിൽ കൈയിട്ട് നടക്കാനാണ്. എന്നിട്ട് നമുക്ക് സംസാരിക്കാൻ എന്നാ പറയാം. ഒരുമിച്ച് വാ എന്നാ നമുക്ക് സംസാരിക്കാം. അങ്ങനെ പറയുന്ന ഒരു ടൈപ്പാണ് ഇപ്പോഴത്തെ കുട്ടികൾ. അപ്പൊ ഇപ്പോഴത്തെ കുട്ടികളോട് നമ്മൾ ഫ്രണ്ട്സിനെ പോലെ നിന്ന് ആശയവിനിമയം നടത്തിയാലാണ് കൂടുതൽ എഫക്റ്റീവ് ആവുക എന്നാണ് തോന്നിയിട്ടുള്ളത്. ഓക്കെ, ഇനി ആരെങ്കിലും? അതെ, ചെറിയ കുട്ടികൾക്ക് കെയർ കുറച്ചും കൂടെ അഡോളസൻസ് ഒക്കെ ആകുമ്പോൾ ഗൈഡ് ചെയ്യാം. അതെ അതെ. ടീനേജ് കഴിഞ്ഞ് അഡൽട്ട് ആയി കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാം. അതെ, അതാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോഴാണ് പ്രശ്നം വരുന്നത്. 18 വയസ്സിൽ കൂടുതലായ കുട്ടികളെ കെയർ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അത് അവർക്ക് ഇഷ്ടപ്പെടില്ല. അവർക്ക് സപ്പോർട്ട് മതി, ബാക്കിയൊക്കെ അവർ ചെയ്തോളും. ഓക്കെ, താങ്ക്സ് മാം, നല്ല ക്ലാസ് ആയിരുന്നു. ഓക്കെ, താങ്ക് യു സർ. ഇനി ഇല്ലെങ്കിൽ നമുക്കത് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു സുജില മാം. ഇനി ആർക്കൊന്നും പറയാനില്ലെങ്കിൽ വെയിറ്റ് ചെയ്യാം. ഓക്കെ. Okay, thank you all. Thank you very much.